ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് എൻ്റെ ഒരു പൂന്തോട്ടമാണ്, കുഞ്ഞി പൂന്തോട്ടം. അപ്പോൾ ഈ ചെടി കണ്ടില്ലേ, ഒക്കെ കുറേ ഇലച്ചെടികളാട്ടോ. കണ്ടോ, ഇതിൻ്റെ പേരൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. നല്ലൊരു ഭംഗിയാണ്. ഇവരൊക്കെ ഇങ്ങനെ ഭംഗി വയ്ക്കുമ്പോൾ നല്ല വെയിൽ തട്ടണം. കണ്ടോ, ഇത് അതിൻ്റെ വേറെ മോഡലാണ്. കണ്ടോ, ചില ഇലകളിൽ നല്ല കളറുണ്ട്, ചിലയിൽ അങ്ങനെ കളറില്ല. കാരണം വെയിലിനനുസരിച്ചാണ് നമ്മുടെ ചെടികൾക്ക് ഭംഗി കൂടുന്നത്. ഇവർക്ക് വെയിൽ ആവശ്യമുണ്ട്. കണ്ടോ, ഇതിലും കണ്ടോ, ഇത് വേറെ മോഡലാണ്. നീലൻ നല്ല രസമുണ്ട്, വെയിൽ കിട്ടിയാൽ സൂപ്പറാവും. ഇതും ഒരു നല്ലൊരു പ്ലാന്റ് തന്നെ ആയിരുന്നു. പക്ഷെ അത് ഞാൻ നോക്കാഞ്ഞിട്ട് അത് ആകെ അലങ്കോലമായതാണ്. കമ്പൈൻഡായി നല്ല രസമാണ്. ഇത് കണ്ട്, ഇത് അമ്മ എവിടുത്തോ പാടത്തുനിന്ന് കുടിച്ചാണ് ഫോട്ടോ എടുക്കാൻ തന്നപ്പോൾ. അപ്പം അങ്ങനെ എടുത്തുകൊണ്ട് വന്നു. ഇത് എൻ്റെ വീടിനപ്പുറത്ത് പള്ളിയാണ്. അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ടപ്പോൾ എടുക്കാൻ തോന്നുന്നു. നല്ല രസമല്ലേ, മഞ്ഞ. അത് ഇത്ര ഇലച്ചെടി തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ അത് വെച്ച് ജസ്റ്റ് ആകാശം വെച്ച് ഫോട്ടോ എടുത്തതാണ്, വീഡിയോ എടുത്തതാണ്. പിന്നെ വരുന്നത് ഇതൊരു പപ്പടച്ചെടി. ഞാൻ ചെറുപ്പത്തിൽ പപ്പടച്ചെടി എന്നാണ് പറയാറ്, ചെറുതിൽ. കണ്ടോ, പപ്പടം പോലെ ഇങ്ങനെ റൗണ്ടാണ് ഈ ഇല. ഇതിൻ്റെ കമ്പ് ഇങ്ങനെ കുത്തിയാലും ഉണ്ടാവും കേട്ടോ, പെട്ടെന്ന് തന്നെ പിടിക്കും. ഞാൻ ഒരവസരം ഇതിൻ്റെ ഇങ്ങനെ മുറിച്ചിട്ടപ്പോഴേ റോഡ് സൈഡിൽ ഇങ്ങനെ റോഡ് കവർ ചെയ്തപ്പോൾ മുറിച്ചിട്ടപ്പോൾ അതിൽ നിന്ന് ഒരു കമ്പ് കുത്തിയിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ചതായിരുന്നു. കണ്ടോ, നല്ല രസമാണ് കാണാൻ. ഇത് നല്ല ഭംഗിയിൽ, എന്താ പറയുക, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ലൊരു അട്രാക്റ്റീവായിട്ട് നല്ല ഭംഗി കൊടുക്കും. വീടിനൊരു ഭംഗി കൊടുക്കുന്ന ചെടിയാണ്. പക്ഷെ ഞാനങ്ങനെ നോക്കാത്തതുകൊണ്ട് അതങ്ങനെ ഇരിക്കുന്നുള്ളൂ. പിന്നെ ഇതാണ് ബുഷ് എന്നൊക്കെ അറിയില്ല നമ്മൾ, ബുഷ് ചെടിയാണത്. ഞാൻ ഇതുപോലെ ലൈനായിട്ട് വെച്ചതായിരുന്നു, നിരത്തി വെച്ചതായിരുന്നു ബുഷ്. പക്ഷെ അതൊന്നും പിടിച്ചില്ല, ഇത് മാത്രമേ പിടിച്ചുള്ളൂ. ഒരെണ്ണെങ്കിലും പിടിച്ചുള്ളൂ, സമാധാനമായി. പിന്നെ ഇത് വേറെ കാവടി പോലെ വന്നിരിക്കുന്നുണ്ട് ചെടി. ഇതും ചെറുത് തന്നെയായിരുന്നു, പെട്ടെന്നായിരുന്നു ഇതിൻ്റെ വളർച്ച. നല്ല രസമായിരുന്നു കാരണം. ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടയ്ക്ക് വയ്ക്കും, വീടിനൊരു ഭംഗി ഇട്ടിട്ട് വെച്ചിട്ട്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഉണ്ണി വന്നുകൂടി ഞാനങ്ങനെ ചെടികളിലൊന്നും അങ്ങനെ ശ്രദ്ധ കൊടുക്കാറില്ല. അപ്പോൾ നല്ല രസമാണ്. പിന്നെ അടുത്ത റോസ് കണ്ടോ, റോസ് ഞാൻ ഒരു ദിവസം നേട്ടം ഞാൻ പുറത്തുപോയപ്പോൾ മേടിച്ചതായിരുന്നേ. പൂ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ മേടിച്ചു. പക്ഷെ ഇപ്പോൾ ഉണ്ടോ, അതിനെന്തോ കേട് വരിക. കണ്ടാ, അതിൻ്റെ ഉള്ളിൽ എന്തോ റൗണ്ട് പോലെ എന്താ കേടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ചെന്ന് പറഞ്ഞു തരണേ എനിക്ക്. മുട്ട കിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മുട്ട കിട്ടല്ലോ, ഇനി പൂ വിരിഞ്ഞില്ല. ഇത് കണ്ട്, ഇതിലും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ശരിയാവും ഞാൻ വിചാരിക്കുന്നു. എന്നേലും നല്ല ഭംഗിയിൽ പൂ വിരിഞ്ഞ് കിട്ടട്ടെ. പിന്നെ ഇത് വരുന്നൊരു ജമന്തിയാണ്, ലാവൻഡർ കളറാണ്. അതെന്ന് വെച്ചാൽ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഒരു ഹാളിൽ നമുക്ക് പൂ കിട്ടുമല്ലോ, നമ്മൾ എടുക്കുമല്ലോ. നമ്മളൊരു സ്ഥിരം ഹോബിയല്ലേ കല്യാണത്തിൽ പോയ റോസാപ്പൂക്ക് എടുക്കൽ. അത് അങ്ങനെ കിട്ടിയൊരു പൂവാണ് ജമന്തി. അപ്പോൾ അതിൻ്റെ ഒരു തണ്ട് കുഴിച്ചിട്ടപ്പോൾ ഉണ്ടായതാണ്. ഇതും വേറൊരു ചെടിയാണ്. ഇതും നല്ല രസമാണ്. അത് നന്നായി കെയർ ചെയ്യാൻ വെച്ചാൽ ഒരു പൊക്ക പോലെ നിൽക്കും, നല്ല ഭംഗിയായിട്ട്. കെയറിങ്ങില്ല. പിന്നെ ഇത് വരുന്നത് ഒരു ചെടിയാണ്, നമ്മൾ നേരത്തെ കണ്ടില്ല, ഒരു റെഡും വേറെ കളറും. അതിൻ്റെ ഒരു വേറെ കോമ്പിനേഷനാണ് ഇത് വരുന്നത്. അതൊരു ചെമ്പരത്തി ആട്ടോ. അപ്പുറത്ത് വെയിലിൽ ചെമ്പരത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വീണിട്ട് അതുമ്മ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു. കണ്ടോ, അതിൻ്റെ വേറെ മോഡൽ തന്നെ. അതിൻ്റെ ചെറുതാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ ഇതിന് സ്നേക്ക് പ്ലാന്റോ അങ്ങനെ എന്തോ പറയും തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല ഈ പ്ലാന്റ് എന്താണ്. പിന്നെ ഇത് നിങ്ങൾക്കറിയില്ലേ, അന്ന് ഞാൻ വീഡിയോയിൽ മുളക് വേണോ എന്ന് കണ്ടിട്ടുണ്ടായില്ലേ, ആ മുളകാണ് ഈ മുളക്. പിന്നെ വരുന്നത് ഇതാണ് നമ്മുടെ വീട്ടിലെ കരിമ്പ്. ഇത് അമ്മയ്ക്കൊരു വീട്ടിൽ നിന്ന് കൊടുത്തതായിരുന്നേ. അപ്പം അങ്ങനെ അത് കുത്തി അത് പൊടിച്ചു. നന്നായി വരുന്നുണ്ട്. പിന്നെയുള്ള വാഴയാണ്, വാഴ കൃഷി. 2-3 വാഴ വീട്ടിലുണ്ട്. ആ വാഴയാണ്, ചെറിയ വാഴയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇല കേടയി. ഇത് നിങ്ങൾക്ക് പിന്നെ അറിയാലോ, എല്ലാവരുടെ വീട്ടിലും പറമ്പിലും ഉണ്ടാകുന്നൊരു സാധനമാണിത്. നല്ല രസമുണ്ടല്ലേ, ഹാർട്ട് ഷേപ്പിൽ. ചെറുപ്പത്തിലൊക്കെ ഞാൻ കുറേ എന്താ പറയുക, ചെടിച്ചട്ടിലൊക്കെ നട്ടു വയ്ക്കായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. നല്ല കാണാൻ നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. ഞാൻ നല്ല അടുത്തൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അവർ ചെടിച്ചട്ടിലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇത് വന്ന് പടം നിൽക്കുന്നതെന്ന് വെച്ചാൽ വെറ്റില. ഇത് പണ്ടെങ്ങാണ്ട് അച്ഛൻ കൊണ്ടുവന്നതായിരുന്നു, അങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ, ഇതാണ് കൈപ്പയ്ക്കാണ് പടം നിൽക്കുന്നത്. കൈപ്പയ്ക്ക് ഉണ്ടാവോ ആർക്കറിയാം, ദൈവത്തിനറിയാം കൈപ്പയ്ക്ക് ഉണ്ടാവുമെന്ന്. ഉണ്ടായിട്ട് വേണമെങ്കിൽ കറി ഉണ്ടാക്കി കഴിക്കാൻ.
ഇത് വരുന്നത് ഇത് കണ്ട ഈ ചെടിയൊന്നും അങ്ങനെ ശ്രദ്ധിക്കാതെ അത് വേലിയിൽ നമ്മളിപ്പോൾ റോഡ് സൈഡിലല്ലേ വേലിയിൽ ഇങ്ങനെ കുത്തിയിട്ട് ഉണ്ടായതാണ് ഇതൊക്കെ. അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. അത് മറ്റേ കീറിയാലുള്ള ചെടി, ആ ചെടിയാണ്. അത് അങ്ങനെ പൊടിച്ചത് ഇപ്പം അടുത്ത് കുഴിച്ചിട്ടിട്ടുള്ളൂ. കണ്ടോ ഈ സൈഡിലൊക്കെ ഉണ്ട്, കണ്ടോ അങ്ങനത്തെ ചെടി ഈ സൈഡിലുണ്ട്, അപ്പുറത്തെ സൈഡിലും കാണിക്കും. അത് ചില മഴക്കാർ, നല്ല മഴക്കാരുണ്ട് കേട്ടോ. മേഘങ്ങളൊക്കെ ആകെ ഇരുണ്ട് മൂടി കണ്ടോ. വേറെയാണ്, നല്ല മഴക്കാരാണ്. ഫോണിൻ്റെ മുകളിലൊക്കെ നിറയെ വെള്ളം വീഴാണ്. ഫോണിപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയുള്ളൂ, അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നോ സീൻ. അപ്പോൾ കണ്ടോ ഇതാണ് ഞങ്ങൾ റോഡ്, നല്ല റോഡാണ്. കണ്ടോ അവിടെ ടവറൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പുതിയ ടവറൊക്കെ വന്നു. ഇന്നലെ എയർടെലിൻ്റെ എല്ലാ ടവറും എയർടെൽ എല്ലാവർക്കും റേഞ്ച് പോയിരിക്കുകയായിരുന്നു അല്ലേ. പെട്ടെന്ന് പേടിച്ചു, ഫുള്ള് എയറോപ്ലെയിൻ മോഡ് ഓണാക്കുക ഓഫ് ചെയ്യുക. പിന്നെയാണ് അറിഞ്ഞ എല്ലാവരെയും പോയി കിടക്കാതെ പിന്നെ മനസ്സിലായി. അങ്ങനെ ഇതും വേറെ ചെടിയാണ്. ഇതെന്തോ മെയ് മാസമോ അങ്ങനെ എന്തോ ഇരിക്കുന്ന ചെടിയാണ്. അത് എത്ര നോക്കാണ്ടായാലും അത് നന്നായി വളരും കേട്ടോ. ഇത് കേട്ടോ വേറെ